Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ഫൈനലി കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേപ്പറാണ് എൻ്റെ മുമ്പിലുള്ളത്. സോ നമുക്ക് അതിന്റെ എക്സാം റിവ്യൂയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്, ഇതിൻ്റെ ഒക്കെ ബാച്ച് ഓപ്പൺ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ. ഒരുപാട് കുട്ടികൾ കട്ട് ഓഫ് എത്രയാവാൻ സാധ്യതയുണ്ട്. പേപ്പർ ടഫ് അല്ലേ? സംഭവം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ബട്ട് ആ 90 മിനിറ്റിനുള്ളിൽ ഈ ചോദ്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് എനിക്ക് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയുള്ള റിവ്യൂ. പ്രോബ്ലംസ് അത്യാവശ്യം വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 40 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതിനാണ് ഞാൻ എപ്പോഴും പറയാറ്, മോക്ക് ടെസ്റ്റ് ചെയ്യൂ എന്നുള്ളത്. 90 മിനിറ്റിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഇതിന്റെ ബേസിലാണ്. സോ നമ്മൾ ആ ട്രാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ ടൈമർ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പല കുട്ടികൾക്കും സമയത്തിന്റെ ഒരു പ്രശ്നമാണ് ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കണം, ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെയ്ത് അവസാനിപ്പിക്കണം. അപ്പൊ സമയമില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങളിലോട്ടൊന്ന് ജസ്റ്റ് വേഗം കടക്കാം. അതിനുശേഷം ഈ 100 ചോദ്യങ്ങളുടെയും ആൻസർ കീ അനാലിസിസ് ഇതിന് ശേഷം സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാവും, അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത് അക്കൗണ്ടിങ് പാർട്ടാണ് ആദ്യം. ഇതിന്റെ ആൻസർ കീ അനാലിസിസ് ഞാൻ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഇവിടെ മാത്സ് ഫോളോയിങ് ടൈപ്പ് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൽ. ദെൻ അതിനുശേഷം പാർട്ണർഷിപ്പിൽ നിന്നാണ് നെക്സ്റ്റ് 2 ചോദ്യങ്ങൾ. വലിയ കുഴപ്പമില്ലാത്ത ടൈപ്പ് ചോദ്യങ്ങളാണ് പിന്നെ വന്നിട്ടുള്ളത്. ദെൻ കണ്ടോ, ഇതൊക്കെ പ്രോബ്ലംസ് അത്യാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്, GP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ബട്ട് ടൈം കൺസ്യൂമിങ് ആണ്. ഒരുപാട് സമയം കുട്ടികൾക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ പേപ്പർ നോക്കുമ്പോൾ കംഫർട്ട് പേപ്പർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്ത് കഴിയാൻ സമയം അത്യാവശ്യം വേണ്ടത് കൊണ്ട് തന്നെ കട്ട് ഓഫിന്റെ കാര്യം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കണ്ടോ, പ്രോബ്ലം ഒരെണ്ണം വന്നു. ദെൻ അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 5 പോകുമ്പോൾ അവിടെ അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് അത്യാവശ്യം വായിച്ച് നോക്കി ചെയ്യേണ്ടതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 കൺസൈൻമെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ദെൻ പിന്നെ പ്രോബ്ലം, റേഷ്യോൻ്റെ ഒരു പ്രോബ്ലം. ദെൻ അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. അക്കൗണ്ടിങ് അത്യാവശ്യം ഒരു ലെവലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ ഫിനാൻഷ്യൽ എല്ലാത്തിനും ഈക്വൽ പ്രപ്പോർഷനിൽ കൺസൈൻമെന്റിൽ നിന്ന് പ്രോബ്ലം. ഇതാണ് 10 ചോദ്യങ്ങൾ ആദ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ FM നോക്കിയാൽ ഒരുപാട് പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ടൈം പോയി എന്നാ പറയണ. ദെൻ അവിടെ ആദ്യം കോസ്റ്റ് ഓഫ് ഇഷ്യൂ വന്നിട്ട് ആപ്ലിക്കബിൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലം. അതിനുശേഷം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, രണ്ടും സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ. ആദ്യത്തെ ലിവറേജിന്റെ മറ്റൊരു ചോദ്യം, വാട്ടേഴ്സ് മോഡലിലുള്ള മറ്റൊരു ചോദ്യം. ഇക്വേഷൻ അറിയാമെങ്കിൽ MM-ന്റെ EOQ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യം. പ്രോബ്ലംസ് കണ്ടോ ഒരുപാട് വന്നു. അതുകൊണ്ട് കുറേ പേരുടെ ടൈം പോയിട്ടുണ്ടെന്ന് പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 17 ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്ക്, അതിനെപ്പറ്റിയുള്ള ഒരു ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. ഇറലവൻസ് തിയറിയുടെ ദെൻ MM-ന്റെ ലിവറേജ്. അപ്പോൾ FM അതാണ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് കുറച്ചും കൂടി കംഫർട്ടാണെന്ന് പറയുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23 ഞാൻ വേഗം ഒന്ന് ഒടിച്ചു പോകുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ പ്രോബ്ലംസ് അതിലും വന്നിട്ടുണ്ട്. കണ്ടോ, FM-ൽ ശരിക്കും അത്യാവശ്യം പ്രോബ്ലം, എല്ലാത്തിൽ നിന്നും പ്രോബ്ലംസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. PV റേഷ്യോയുടെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദെൻ മാനേജ്മെന്റ് ആണ് പിന്നെ വരുന്നത്. മാനേജ്മെന്റ് എപ്പോഴും ആസ് യൂഷ്വൽ കുറച്ച് കംഫർട്ടായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ദെൻ
ഇതാ എക്കണോമിക്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ തിയറി പോർഷൻസ് ആണ്. ശരിക്കും ഓർഡറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ടൈം പോയി. ഞാൻ അതാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത്, നിങ്ങളുടെ സ്ട്രാറ്റജി എപ്പോഴും ഡിറക്റ്റ് ചോദ്യങ്ങൾ ആദ്യം ഫിനിഷ് ചെയ്യുക, അതിനുശേഷം മറ്റേക്ക് പോയാൽ മതി എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് മാനേജർ എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഡിറക്റ്റ് ചോദ്യങ്ങളാണ്, വലിയ കുഴപ്പമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ബേസ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ കമ്പനി അല്ലേ, ലോ ഏരിയ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡൊമൈൻ കമ്പനി, പ്രൈമറി മാർക്കറ്റ്, ദെൻ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ്, റൊട്ടേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ്, ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഡിസ്കസ് ചെയ്യണ അല്ലേ. സ്റ്റോക്ക് ഒക്കെ ഒന്നും നമുക്കറിയാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല, സമയത്തിൻ്റെ പ്രശ്നമാണ് എല്ലാതും. FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫർ, നോട്ട് IPO റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഗവൺമെൻറ് സെക്യൂരിറ്റി ഡിറക്റ്റ് ചോദ്യങ്ങൾ വന്നു. പിന്നെ ടാക്സിൻ്റെ ഒക്കെ കംഫർട്ടബിൾ ചോദ്യങ്ങളാണ് കേട്ടോ. ടാക്സ് വലിയ പ്രശ്നമില്ലാത്ത ശരിക്കും പറഞ്ഞ ടാക്സ്. മറ്റ് 3 പ്രോബ്ലം പേപ്പേഴ്സിൽ നിന്നാണ് കൂടുതൽ പ്രോബ്ലംസ് വന്നിട്ടുള്ളത്. ഇത് പിന്നെയും ഭേദമാണെന്നുണ്ട്. 2 ആസ് യൂഷ്വൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ GST ഇന്നത്തെ ഒരെണ്ണം കാണാനുണ്ട്. 2 GST ഏരിയയിൽ നിന്നിട്ടുണ്ട് ലാസ്റ്റ്. ഇനി മാർക്കറ്റിംഗ് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് വായിച്ചു നോക്കി ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ചോദ്യങ്ങളാണ്, എന്നാലും കുഴപ്പമില്ല. മാർക്കറ്റിങ്ങിൻ്റെ ഏരിയ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ ഏരിയ. ഓഡിറ്റിങ് അത്യാവശ്യം വായിക്കാനുണ്ട്, ഈസി എന്ന് പറയാൻ പറ്റില്ല, സ്റ്റേറ്റ്മെൻ്റ് ആണ്, വായിച്ച് നോക്കണം. 100. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർ KFC അസിസ്റ്റൻറ്റിൻ്റെ ഏകദേശം അത്രയ്ക്ക് റേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം പ്രോബ്ലംസിൻ്റെ നമ്പർ കൂടി. കുട്ടികൾക്ക് സമയം കിട്ടിയില്ല, വായിച്ചു നോക്കി കിട്ടും. അതാ പറഞ്ഞത്, ഈ പേപ്പർ നമ്മൾ വായിച്ചു നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇവിടെ സമയത്തിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ്, ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 35 മുതൽ 40 വരെ ചോദ്യങ്ങൾ, പിന്നെ ഡിറക്റ്റ് ചോദ്യങ്ങൾ, അതിലൊരു മിക്സ്ചർ. പ്രോബ്ലംസിൻ്റെ എണ്ണം ഇവിടെ കൂടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ടൈം തീരെ കിട്ടിയില്ല. അപ്പോൾ കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു ബേസിൽ കട്ട് ഓഫ് നമ്മൾ എലിമിനേറ്റ് ചെയ്യലല്ല നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ 60 to 65 ആണ് എൻ്റെ ഒരു ഇത് കണ്ടിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം ഇത് വന്നാലും നമുക്ക് സമയം വേണമല്ലോ. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി ഇതിനേക്കാൾ കൂടുതലില്ല എന്നുള്ള മറ്റൊരു കാര്യം. വന്നാലും ഓൺ ആൻ ആവറേജ് ഒരു 60-നും 65-നും ചിലപ്പോൾ കൂടാം. ഇപ്പോൾ ഇതിനേക്കാൾ മുമ്പ് എളുപ്പമുണ്ടായിരുന്ന പേപ്പർ ആയിരുന്നു 2022-ലത്തെ, കുറച്ചും കൂടിയും അതിന് 66 ഇത് ഇത്രത്തോളം ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ ഒരു 60-നും 65-നും ഇടയിൽ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്ത പോലെ ആവില്ലല്ലോ, ഇപ്പോൾ ആൻസർ കീ കൂടി കാണുമ്പോഴാണ് കാര്യങ്ങൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ ആൻസർ കീ ഡിസ്കഷനിലോട്ട് കടക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 60 to 65 റേഞ്ച് നിങ്ങൾ എത്രത്തോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ഇനി ഇതിൽ പല കംപ്ലയിൻസും ചോദ്യങ്ങളിൽ വരാം, എടുത്ത് കളയാം, അപ്പോൾ കൂടാം കുറയാം. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു റേഞ്ച് കട്ട് ഓഫാണ്. പേപ്പർ ഒരു മീഡിയം പേപ്പറാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് എളുപ്പം പേപ്പറല്ല, ഒരു മീഡിയം ലെവൽ പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. അവർ ആ റേഞ്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറയോ കട്ട് ഓഫ് ഇനിയും കുറയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കുറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും ഒരു 60 റേഞ്ച് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്, 60-നും 65-നും ഇടയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.